ഓരോ പുതുവത്സരങ്ങളും നമ്മളോട് പറയുന്നത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട പുതുവത്സരം എന്ന് പറയുന്ന ക്രിസ്താബ്ദ പ്രകാരം ഡിസംബർ 31 എന്ന് പറയുന്ന ഈ പാതിരാത്രി നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ പുതുവത്സരത്തിന്റെ സന്ദേശം എന്തെന്ന് ചോദിച്ചാൽ, നേരത്തെ ബഹുമാന്യരായ സന്യാസി വര്യര് സൂചിപ്പിച്ചതുപോലെ നിരീശ്വരവാദത്തിന്റെയും യുക്തിവാദത്തിന്റെയും വിത്തുകൾ നമ്മുടെ കലാലയങ്ങളുടെ ഉള്ളുകളിൽ പോലും കാത്തു നിൽക്കുന്ന നമ്മുടെ യുവതയിലേക്ക് ദൈവമില്ല എന്ന് പറയാൻ ലോകം മുഴുവനും കച്ചകെട്ടിയിരിക്കുന്ന നേരത്ത് ഈ പുതുവത്സരം നമ്മോട് പറയുന്നത് ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു ദൈവമുണ്ട് എന്നാണ്. ഒരു ദൈവമെന്നല്ല, ഒരു ഈശ്വരൻ എന്നല്ല, ഒരല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിതാവായ തമ്പുരാന്റേതാണ് കാലമെന്ന് പറയാൻ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ ഈ കാലത്തെ കുറിച്ച് പറയുക മാത്രമല്ല, ആ കാലത്തിന്റെ വകഭേദങ്ങളെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ കൃത്യമായി നമ്മോട് പറഞ്ഞത് ആ ഖുർആൻ കാലത്തെ കുറിച്ച് മാത്രമല്ല, വൽ ഫജ്രി വലയാലിൻ നശ്ർ, പ്രഭാതത്തെ തന്നെയാണ് സത്യം. ഓ വല്ലൈലി ഇദാ യഗ്ശാ, ഇരുൾ മുട്ടിയ രാത്രിയെ തന്നെയാണ് സത്യം. ഓ വന്നഹാരി ഇദാ തജല്ലാ, ഈ കത്തിച്ചൊലിക്കുന്ന പകലിനെ തന്നെയാണ് സത്യം. വല്ലുഹാ, മധ്യാഹ്ന സമയത്തെ തന്നെയാണ് സത്യം. വൽ അസ്രി, ഈ കാലത്തെ മുഴുവനും തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ ഈ കാലത്തിന്റെ ഋതുഭേദങ്ങളുടെ പകതിരിവുകളെ അല്ലാഹു ഇങ്ങനെ നിരന്തരമായി പറഞ്ഞത്. സഹോദരങ്ങളെ, ഈ കാലങ്ങളുടെ വ്യതിയാനത്തിന്റെ ഉള്ളിൽ, ഈ മാസങ്ങളുടെ മാറ്റപ്പൊറിച്ചലുകളുടെ ഉള്ളിൽ, ഈ വർഷങ്ങളുടെ മാറ്റങ്ങളുടെ ഉള്ളിൽ, ഈ ഡിസംബർ 31 രാത്രി ഒരു 2 മണിക്കൂർ കൂടി കഴിയുമ്പോൾ ഒരു ദിവസം അവസാനിക്കുകയാണ്. എങ്ങനെയാണ് അവസാനിക്കുന്നതെന്ന് ചോദിച്ചാൽ, സഹോദരങ്ങളെ, ഡിസംബർ 31 അവസാനിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഈ ഭൂമി സൂര്യനെ അതിന്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ 365 ദിവസം കൊണ്ട് പൂർത്തിയാക്കപ്പെടുന്ന ആ ഒരു ചലനത്തിലൂടെയാണ് രാപ്പകലുകളുടെ വ്യതിയാനങ്ങൾ വരുന്നതെങ്കിൽ, സഹോദരങ്ങളെ, ഇന്ന് രാത്രി അവസാനിച്ച് നാളെ പകലിലോട്ട് കടന്നു പോകുന്നത് ഈ ഭൂമി അതിന്റെ സൂര്യനെ ഭ്രമണം ചെയ്തുകൊണ്ട് സഞ്ചാരപഥത്തിലൂടെയാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത് ഈ സൂര്യനെ ഇങ്ങനെ ഭൂമിയെ സൂര്യക്ക് ചുറ്റും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാരാ? 365 ദിവസം കൊണ്ട് സൂര്യനെ ഭൂമി ചുറ്റി വരുമ്പോഴാണ് ഈ കാലങ്ങൾ ഇങ്ങനെ മാറിപ്പോകുന്നതെങ്കിൽ, സഹോദരങ്ങളെ, ഒരു മണിക്കൂറിൽ 1,80,000 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമി അതിനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഈ ഋതുഭേദത്തിന്റെ പുറകിലുള്ള യഥാർത്ഥ ശക്തിയെ കുറിച്ച് നമ്മൾ അറിയുമ്പോ, ഒരു മണിക്കൂറിൽ 200 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിനിൽ കയറിയിരുന്നാൽ, വന്ദേ ഭാരതിൽ കയറിയിരുന്നിട്ട് നമ്മൾ 1 മണിക്കൂറിൽ 200 കിലോമീറ്റർ ഇല്ല, വന്ദേ ഭാരതിന് 110 ഉള്ളൂ. ഇന്ന് രാവിലെ അതിൽ യാത്ര ചെയ്തിട്ടാണ് ഞാൻ ഈ ചെങ്ങരയിലേക്ക് വന്നത്. 110 കിലോമീറ്റർ 1 മണിക്കൂർ സ്പീഡിൽ ആ ട്രെയിൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അതിന്റെ റെയിൽ പാളത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ കാലുകൾ കിടുങ്ങുമെങ്കിൽ, നമ്മുടെ നെഞ്ച് പതറുമെങ്കിൽ, ആ ശബ്ദം നമ്മളെ പേടിപ്പെടുത്തുന്നുവെങ്കിൽ, ഇത്രമേൽ മനോഹരമായി ഈ ഭൂമി ഇങ്ങനെ 1,80,000 കിലോമീറ്റർ സ്പീഡ് 1 മണിക്കൂറിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ, സഹോദരങ്ങളെ, നമ്മുടെ കാറിൽ നമ്മുടെ സ്പീഡോമീറ്റർ 100ലേക്ക് കയറിയാൽ നമ്മുടെ വാഹനം കുലുങ്ങാൻ തുടങ്ങി, നമ്മുടെ ശരീരം ഇളകാൻ തുടങ്ങി, നമ്മൾ അവിടെ ഇരുന്ന് അസ്വസ്ഥരായി. ഇതിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുമോ? അടുത്തതിനോട് കൂട്ടിയിടിക്കുമോ? അപകടം സംഭവിക്കുമോ? ശരീരത്തിന് ജീവഹാനി സംഭവിക്കുമോ? 100 കിലോമീറ്റർ 1 മണിക്കൂർ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തെ നിർമ്മിച്ച മനുഷ്യ 1,80,000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന സ്പീഡ് ഈ ഭൂമി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ഈ പർവ്വതങ്ങളുമായി, ഈ വടവൃക്ഷങ്ങളുമായി, അമ്പരചുംബികളായ കോട്ടകളും കൊട്ടാരങ്ങളും, കോടാനുകോടി മനുഷ്യരും വൃക്ഷങ്ങളും പർവ്വതങ്ങളും തരുക്കളും താരകങ്ങളും എന്നു വേണ്ട ആ ഭൂമിയുടെ ഉള്ളിലുള്ള എല്ലാത്തിനെയും വഹിച്ചുകൊണ്ട് 1,80,000 കിലോമീറ്റർ സ്പീഡിൽ ഈ ഭൂമി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ, ആ ഭൂമിയുടെ സഞ്ചാര ഭ്രമണത്തിന്റെ പുറകിലാരാ?
والشمس تجري لمستقر لها ذلك تقدير العزيز العليم. സൂര്യനും ഭൂമിയും ഗോളങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ അതെല്ലാം അല്ലാഹുവിന്റെ അനുഗ്രഹമാണെന്ന് ഖുർആൻ പറയവേ, യുക്തിവാദികളോട് പറയട്ടെ, അല്ലാഹു ഇല്ല എന്ന് വാദിച്ചവരോട് പറയട്ടെ, ഈ ഭൂമി സഞ്ചരിച്ച് എവിടെ എത്തുമ്പോഴാണ് ഒരു പകല് വരുന്നത്, എവിടെ നിൽക്കുമ്പോഴാണ് ഒരു രാത്രി വരുന്നത്, കൃത്യമായി നിർണ്ണയിക്കാൻ ഈ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞില്ലെന്നിരിക്കെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഭൂപടത്തിന്റെ താഴെ ഗോവണിചാരി വച്ചിരിക്കുന്നത് പോലെ വെച്ചിരിക്കുന്ന കേരളമെന്ന സംസ്ഥാനത്തിന്റെ ഭൂപടത്തില് പ്രബുദ്ധമായ മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലെ പ്രസിദ്ധമായ സബാഹ് സ്ക്വയറിൽ നമ്മൾ ഈ ന്യൂ ഇയർ ആഘോഷിക്കാനിരിക്കുമ്പോ സഹോദര സഹോദരി, ഇനിയും നമുക്ക് പുതുവത്സരം വരാൻ 2 മണിക്കൂർ ബാക്കിയുണ്ട്. പക്ഷേ 2024 ന്യൂ ഇയർ ആദ്യമായി വന്നത് എവിടെയെന്നറിയുമോ? നമ്മുടെ കാണാപ്പാടങ്ങൾക്കപ്പുറം പസഫിക് മഹാസമുദ്രത്തിന്റെ വിശാലമായ സമുദ്രത്തിലെ ചെറിയ ദ്വീപായ കിരിബാത്തി ദ്വീപിലാണ് 2024 ആദ്യത്തെ പുതുവത്സരം ആഘോഷിച്ചത്. അലറിയടിക്കുന്ന പസഫിക് മഹാസമുദ്രത്തിന്റെ ഉള്ളിലുള്ളൊരു ചെറിയ ദ്വീപായ കിരിബാത്തി ദ്വീപിലാണ് ന്യൂ ഇയർ ആദ്യം ആഘോഷിച്ചത്. ഈ കേരളത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 3:30 പസഫിക് മഹാസമുദ്രത്തിലെ കിരിബാത്തിയിൽ 12 മണിയാണത്രേ. അത് കഴിഞ്ഞാൽ ഉടനെ ന്യൂ ഇയർ ആഘോഷിച്ചത് ന്യൂസിലാൻഡിലാണ്. സഹോദരങ്ങളെ, സഹോദരാ, ഇതിനെയൊക്കെ സംവിധാനിച്ചതാരാ? ആരാണ് ഇതിനെ സംവിധാനിച്ചത്? ഈ ലോകത്ത് നിന്ന്, ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് പറന്നുപോയ ഇമാറാത്തി പൗരനായ സുൽത്താൻ അൽ നിയാദി 100 ദിവസത്തോളം ബഹിരാകാശ ലോകത്ത് നിന്നപ്പോ ഈ ഭൂമിയിൽ ജീവിച്ച മനുഷ്യൻ ആകാശ ലോകത്തോട്ട് കടന്നു പോയപ്പോ സുൽത്താൻ അൽ നിയാദി ലോകത്തോട് പറഞ്ഞത്, ഞാൻ ഒരു ദിവസം 16 ഉദയങ്ങളും 16 അസ്തമയങ്ങളും ബഹിരാകാശ ലോകത്തിരുന്ന് കണ്ടെന്ന് പറയവേ, സഹോദര സഹോദരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പുതുവത്സരവും നമ്മോട് പറയുന്നത്, ഓരോ വർഷവും കൊഴിഞ്ഞു പോകുമ്പോ ഇതിന്റെ എല്ലാം മുകളിൽ ഈ സൂര്യനെ സംവിധാനിച്ച, ഈ സൂര്യന്റെ വെളിച്ചത്തിന് മുമ്പ് ഈ ചന്ദ്രന്റെ പുഞ്ചിരിയുടെ പുറക്, ഈ നക്ഷത്രങ്ങൾ കണ്ണിലും വന്നതിന്റെ പുറക്, ഈ പർവ്വതങ്ങളുടെ സ്ഥാനചലനത്തിന് പുറക്, ഈ പക്ഷികളുടെ കൂകളത്തിന്റെ പുറക്, ഈ മൃഗങ്ങളുടെ ജീവിതത്തിന്റെ പുറക്, ഈ മന്ദമാരുതന്റെ തലോടലിന്റെ പുറക്, ഈ മനുഷ്യ സമൂഹത്തിന്റെ പ്രയാണത്തിന്റെ പുറക് ഒരു വലിയ ശക്തിയുണ്ട്. ആ ശക്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് എല്ലാ ഋതുഭേദങ്ങളും എല്ലാ പുതുവത്സരങ്ങളും നമ്മോട് വിളിച്ചു പറയുന്നതും, മാനവാ, ഇതിനെയെല്ലാം സംവിധാനിക്കുന്ന ഒരു രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ, അവൻ പറഞ്ഞു തന്ന പാണ്ഡാവിലൂടെ സഞ്ചരിക്കാൻ, അവൻ നമ്മളോട് പറഞ്ഞ നന്മകളുടെ വഴികളെ പിന്തുടരാൻ, ജീവിതത്തിന്റെ എല്ലാ നന്മകളെയും സാംശീകരിച്ചെടുക്കാൻ, നിന്റെ ഹൃദയത്തിന്റെ ചിന്തകളെ പുതുപ്പെടുപ്പിക്കാൻ, അതിനാണ് നിങ്ങളുടെ ചിന്തകളെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദര സഹോദരി, എല്ലാ പുതുവത്സരങ്ങളും ഓരോ മാസങ്ങളും ഓരോ ആഴ്ചകളും ഇതിനെയെല്ലാം സംവിധാനിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോകുന്ന ഒരു അല്ലാഹു ഉണ്ടെന്ന് നമ്മോട് പറയാനാണ്. അവൻ പറഞ്ഞതുപോലെ ജീവിക്കാനാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദര സഹോദരി, ഓരോ പുതുവത്സരങ്ങളും എങ്ങനെയാവണം, ഓരോ വർഷങ്ങളും എങ്ങനെയാവണം, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറയുന്നത്. പഴമക്കാര് പണ്ടേ പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും മാറ്റം വരുത്തുന്നവരാണ്. ഓരോ മാറ്റങ്ങളും നമ്മൾ ഓരോ അപ്ഡേറ്റുകൾ ചെയ്യുന്നവരാണ്. അറബികള് പറയാറുണ്ട്, കുല്ലു ജദീദിൽ ലദീദ്, കുല്ലു ജദീദിൽ ലദീദ്, എല്ലാ പുതിയ
പുതിയതും ആനന്ദകരമാണ്, എല്ലാ പുതുമയും ആനന്ദകരമാണ്. നമ്മളെല്ലാ പുതിയ വസ്ത്രം നമ്മുടെ കയ്യിലേക്ക് വരുമ്പോ ആ പുതിയ വസ്ത്രത്തെ നമ്മൾ ആനന്ദത്തോടെ ഉടുക്കുന്നത് പോലെ, പുതിയ ഒരാഭരണം നമ്മൾ കാത്തിരുന്നണിയുന്നത് പോലെ, ഒരു പുതിയ വീട്ടിലേക്ക് സന്തോഷത്തോടെ കയറുന്നത് പോലെ പുതിയതെല്ലാം ആനന്ദകരമാണ്, പുതിയതെല്ലാം ആനന്ദകരമാണ്. അതേപോലെ പുതുവർഷവും ആനന്ദമാണ്. സഹോദരാ, എങ്ങനെയാണ് ആനന്ദിക്കാൻ കഴിയുക? ഈ പുതുവത്സര പുലരിയിൽ ലഹരികളും കള്ളും മണ്ണും പെണ്ണുമായി ആഘോഷിക്കുന്നവർ, അവരുടെ ജീവിതത്തെ ആഘോഷിക്കുന്നവർ, എങ്ങനെയാണ് മനുഷ്യന് പുതുവത്സരം ആഘോഷിക്കാൻ കഴിയുക? കാരണം പുതിയതായിട്ട് എന്തെങ്കിലും നമുക്ക് സന്തോഷം നൽകിയാലല്ലേ അതിൽ നമുക്ക് ആനന്ദിക്കാൻ കഴിയൂ. പുതുവത്സരം ആഘോഷിക്കുന്നവരോട് ഈ നവവത്സരത്തിൽ പാതിരാ സമയത്ത് ശരീരത്തിന്റെ ആട്ടവും പാട്ടവുമായി നമ്മുടെ ജീവിതത്തെ മാറ്റുന്നവരോട് മനുഷ്യ, ഇത് നമുക്ക് സങ്കടപ്പെടാനുള്ള ദിവസമാണ്. കാരണം നമുക്ക് നഷ്ടപ്പെടലാണുണ്ടായത്. എന്തെങ്കിലും വില പിടിച്ചത് നഷ്ടപ്പെട്ടു പോയാൽ, എന്തെങ്കിലും നിലവില പിടിച്ചത് നഷ്ടപ്പെട്ടു പോയാൽ, നമ്മൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചത് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, ആ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഒരു മനുഷ്യന് സന്തോഷിക്കാൻ കഴിയോ? സഹോദരാ, നമുക്ക് നഷ്ടപ്പെട്ടു പോയതേതാ? ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മൾ തുള്ളിച്ചാടുന്നവൻ ഭ്രാന്തനല്ലേ? ഇന്നൽ ഹയാതകായികും വസവാരി. നമുക്ക് ഒരു വർഷത്തിൽ നഷ്ടപ്പെട്ടു പോയതാ ഒരു വർഷമാ. നഷ്ടപ്പെട്ടു പോയതെന്താ? നമ്മുടെ ആയുസ്സിലല്ലാഹു രേഖപ്പെടുത്തിയ ഒരു വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയതല്ലേ? നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഏതാണ്ട് 12 മാസമാണ്, 52 ആഴ്ചകളാണ്, 365 ദിവസങ്ങളാണ്, 8760 മണിക്കൂറുകൾ, 3,05,25,600 മണിക്കൂറുകൾ, 3,15,00,000 സെക്കൻഡുകൾ. ഇത്രയും നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മൾ ഇവിടെ കിടന്ന് ആനന്ദിക്കാൻ എങ്ങനെയാ കഴിയുക? ജീവിതത്തിൽ തിരിച്ചു പിടിക്കാൻ കഴിയാത്തൊരു വർഷമല്ലേ പോയത്? സഹോദരാ, സഹോദരി, കഴിഞ്ഞ ഒരു വർഷത്തിൽ നമുക്ക് കച്ചവടത്തിന് നഷ്ടമുണ്ടായാൽ, 2023 കച്ചവടത്തിന് നഷ്ടമുണ്ടായാൽ 2024 അത് തിരിച്ചു പിടിക്കാം. 2023 നമുക്ക് രോഗം വന്നാൽ 2024 സുഖപ്പെടുത്തിയെടുക്കാം. 2024 പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അത് പിറ്റേ വർഷം നമുക്ക് തിരിച്ചെടുത്തുകൂടെ? ഖത്തർ ലോകകപ്പിന്റെ 2022 ഫൈനലില് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് കപ്പ് നഷ്ടപ്പെട്ടു പോയ ഫ്രാൻസിന്, ആ ഫ്രാൻസുകാർക്ക് സങ്കടപ്പെടേണ്ട. ഇനിവർക്ക് 2026 പരിശ്രമിച്ചാല് തിരിച്ചെടുക്കാം. നമുക്ക് 2023 ഏതൊക്കെ ലൗകിക കാര്യത്തിൽ നഷ്ടം വന്നാലും അതെല്ലാം തിരിച്ചെടുക്കാൻ കഴിയില്ലേ? പക്ഷേ 2023 നഷ്ടപ്പെട്ട സമയത്ത് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഏതും കച്ചവടം നഷ്ടപ്പെട്ടു പോയ അടുത്ത 2024 പിടിക്കാം. കളിയിൽ കപ്പ് നഷ്ടപ്പെട്ടു പോയാൽ 2024 തിരിച്ചു പിടിക്കാം. പക്ഷെ നഷ്ടപ്പെട്ടു പോയ 2023 ആ ഒരു വർഷം ആയുസ്സിൽ കൊടിഞ്ഞുപോയ ഇലകൾ പോലെ താഴോട്ട് പോയി കാട്ടത്തെവിടെയോ പറന്നുപോയ ആ 2023 എങ്ങനെയാണ് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുക? കയ്യിലിരുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനം നഷ്ടപ്പെടുത്തിയിട്ട് അതിന്റെ പേരിൽ സന്തോഷിച്ച് തുള്ളിച്ചാടുന്ന ഒരാളുകളോട് നമ്മൾ എങ്ങനെയാണ് പരിതപിക്കാനേ കഴിയൂ? അതുകൊണ്ടാണ് സബാഹ് സ്ക്വയറിൽ തടിച്ചുകൂടിയ ഈ 10,000-ങ്ങളോട് നിങ്ങളെ കാണുമ്പോഴാണ് വീണ്ടും നിർത്തരുത് നിർത്തരുത് എന്ന് തോന്നുക. വീണ്ടും വീണ്ടും ആവേശത്തോടെ വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അതുകൊണ്ട് സഹോദരങ്ങളെ നാം തീരുമാനിക്കേണ്ടത്, കഴിഞ്ഞുപോയ നഷ്ടപ്പെട്ടുപോയ ദിവസത്തെ ഓർത്ത് നമ്മൾ വല്ലാതെ സങ്കടപ്പെടുക. അല്ലാഹുവേ, കഴിഞ്ഞുപോയ വർഷത്തിൽ എനിക്ക് എത്രയുണ്ട്, ഞാനെത്ര നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്, ഞാനെത്ര സ്വലാത്ത് കഴിഞ്ഞ ഒരു വർഷം ചൊല്ലിയിട്ടുണ്ട്, ഞാനെത്ര ദിക്റുകൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്, ഞാനെത്ര സദഖകൾ ചെയ്തിട്ടുണ്ട്, ഞാനെത്ര നല്ല വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, നല്ല ബന്ധങ്ങളെ ഞാൻ എത്ര ഉറപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ
ആ തിരിഞ്ഞു നോക്കുന്ന ഒരു വർഷങ്ങളിൽ നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ഏതെങ്കിലും നന്മകളുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ഈ ഒരു വർഷം നമ്മുടെ ജീവിതത്തിന് ആയുസ്സിലെ ഏറ്റവും കനപ്പെട്ട സംഭാവനയാ. കാരണം ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. ആരെങ്കിലും ജീവിതത്തിൽ അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മകൾ നാളെ പരലോകത്തവനെ കാണുക തന്നെ ചെയ്യും. അല്ലാഹു നമുക്ക് ഓർമ്മ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ഒന്നാമതെ സമയമില്ലാത്തവണ പെട്ടെന്ന് 10 മണിക്ക് നിർത്തണം. ഒരു ദുആ നമുക്ക് ഏതായാലും ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ആദ്യം ചെയ്യുന്ന ജോലി ഏതാ? നാളെ രാവിലെ ഇന്നിവിടെ നിന്ന് പോയി ദുആയൊക്കെ ചെയ്ത് തൗബ ചെയ്ത് അവസാനം കണ്ണീരണിഞ്ഞ് ദുആ ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് പോയി നാളെ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ നമ്മൾ ചെയ്യണ ജോലി ഏതാ? നാളെ പുതിയ വർഷത്തിൽ ആദ്യം ചെയ്യുന്ന ജോലി ഏതാ? സുബൈ അല്ലേ? നാളെ നമ്മൾ ആദ്യം ചെയ്യുന്ന ജോലി നമ്മുടെ സുബഹിയാണ്. അല്ല, നാളെ നമ്മുടെ ആദ്യത്തെ ജോലി അതേവരെ നമ്മൾ നോക്കി തൊട്ടുകിടന്ന ചുമരിലെ കലണ്ടർ എടുത്ത് വെളിയിലേക്ക് വലിച്ചെറിയും. ഇനി ഇതുകൊണ്ടൊരാവശ്യമില്ല. നാളത്തെ ആദ്യത്തെ ജോലി കലണ്ടർ എടുത്ത് ചുമരിൽ വെച്ച കലണ്ടർ എടുത്ത് വലിച്ചെറിയും. ഇനി ഇതുകൊണ്ട് ആവശ്യങ്ങളില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ഇതേപോലെ നമ്മളെയും വലിച്ചെറിയപ്പെട്ടാൽ ഇവനെ കൊണ്ടൊരു യോഗ്യതയും ഒരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞ് നമ്മളെയും അല്ലാഹു വലിച്ചെറിഞ്ഞാൽ, രക്ഷിതാവ് വലിച്ചെറിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താ? നാളെ നമ്മുടെ കലണ്ടർ വലിച്ചെറിയും. നാളെ നമ്മുടെ ചുമരിൽ പുതിയ കലണ്ടർ തൂങ്ങും. ആ കലണ്ടർ ഹംദാന്റെ കലണ്ടർ ആവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തെ ഹംദാന്റെ കലണ്ടർ പ്രകാശനം ഞാൻ പെട്ടെന്ന് ചെയ്തോളി. നമ്മുടെ ബഹുമാനനായ നമുക്കിതിന് ആതിഥേയത്വം വഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട സബാഹ് അദ്ദേഹം നമ്മുടെ ഹംദാൻ ഫൗണ്ടേഷന്റെ കലണ്ടർ പ്രകാശനം ചെയ്യുകയാണ്. ഹംദാൻ ഫൗണ്ടേഷന്റെ കേരളത്തിന്റെ മതവൈജ്ഞാനിക കർമ്മമണ്ഡലത്തിൽ വിപ്ലവാത്മക പുരോഗമനത്തിന് വഴിയൊരുക്കാൻ നവപദ്ധതികളും നൂതന സംരംഭങ്ങളുമായി പ്രവൃത്തി പദത്തിൽ അനന്യസാധാരണ മാതൃക പണിത് അഭിമാനകരമായ സംവത്സരങ്ങൾ പിന്നിടുന്ന ഹംദാൻ ഫൗണ്ടേഷന്റെ കലണ്ടർ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതൊക്കെ ഉള്ള സമയത്ത് ഞാൻ പറയും. എന്നിട്ട് നമുക്ക് അവസാനം ഈ കലണ്ടർ എല്ലാവരുടെയും കയ്യിലെത്തി. അവസാനം ഈ സബാഹ് സ്ക്വയറിൽ തിങ്ങി നിറഞ്ഞ 10,000 കരുണാവായ റബ്ബിനോട് പറയും, അല്ലാഹുവേ, കഴിഞ്ഞുപോയ ദിവസങ്ങളെ, ഇന്നലകളിൽ നശിച്ചുപോയ എന്റെ ദിവസങ്ങളോട് ഞാൻ വിട പറയുകയാണ്. ഞാൻ എന്റെ ജീവിതത്തെ എന്റെ നന്മകൾ ഇടപെടികളിലൂടെ ഈ ദുനിയാവിന്റെ താളപ്പിടകളെ ഞാൻ മാറ്റുകയാണല്ലോ. അങ്ങനെ വയനാടൻ മലനിരകളിൽ നിന്ന് പോലും ബൈക്കോടിച്ചിട്ട് ഈ ന്യൂ ഇയർ പ്രഭാഷണത്തിനെത്തിയ എന്റെ പ്രിയപ്പെട്ട യുവാക്കളുണ്ട്. ഞാൻ അവരോട് ഓർമ്മിപ്പിക്കുകയാ, ഈ ഭൗതികമായ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ തെറ്റുകളോട് വിട പറയാൻ അല്ലാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ചിന്തയേതെന്നറിയോ? അത് ആഖിറത്തിന്റെ ചിന്തയെ കുറിച്ചുള്ള ചിന്തയാ. നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമെന്ന ബോധ്യത്തെ കുറിച്ചാ മഹാനായ ഇമാമുനാ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു ലോകം കണ്ട ഏറ്റവും വലിയ ആധ്യാത്മിക തത്വചിന്തകനായ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ആ നാട്ടിലെ സമ്പന്നനായ ഒരു മനുഷ്യനെ കാണാൻ ചെല്ലവേ അദ്ദേഹത്തിന് രാജാവ് അദ്ദേഹത്തെ അഭിമുഖമായി കാണാൻ ക്ഷണിച്ചുവത്രേ. ആ രാജാവിനെ കാണാൻ ആ നാട്ടിലെ സമ്പന്നനായ മനുഷ്യൻ ഭാര്യയോടും മക്കളോടും പറയുന്നു, പുതിയ വസ്ത്രമെടുക്ക, കുളിച്ചൊരുങ്ങട്ടെ, വസ്ത്രമെടുത്തുകൊണ്ടുവാ, സുഗന്ധദ്രവ്യം പൂശട്ടെ. രാജാവിനെ കാണാൻ, നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടിയപ്പോ അതിന്റെ ഇടയിൽ ശ്രദ്ധിച്ചു കേൾക്കണേ. അല്പസമയമാണ് ഈ രാവിന്റെ ഉള്ളിൽ നിങ്ങളോട് പറയാനുള്ളതെങ്കിലും നാളെ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ, നമ്മുടെ ജീവിതത്തെ നന്മകളിലൂടെ കടന്നു ചെല്ലാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ. ആ രാജാവിനെ കാണാൻ ചെല്ലുമ്പോ
അള്ളാഹു നമുക്കിതിനെ കുറിച്ചുള്ള ചിന്ത നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത. പുതുവസ്ത്രങ്ങളെടുത്ത് കുളിച്ച് റെഡിയായി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ചിട്ട് ആ സമ്പന്നൻ പോകാൻ ഒരുങ്ങവേ നമുക്കെങ്ങാനും പ്രധാനമന്ത്രിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയാൽ പ്രധാനമന്ത്രിയെ കാണാൻ ഡൽഹിക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ എത്രയാ? വാട്സപ്പിലിടുന്നു, ഫേസ്ബുക്കിലിടുന്നു, വിസിറ്റിംഗ് കാർഡ് ഇടുന്നു, അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇടുന്നു. ഈ രാജ്യത്തിന്റെ, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പരമാധികാരത്തെ കൈയാളുന്ന ഒരു രാജാവിനെ കാണാൻ പോകുമുള്ള ഒരുക്കങ്ങൾ എന്താ? മഹാനായ ഇമാമുന ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു അയാളോട് ചോദിച്ചു, എവിടേക്ക് പോവുകയാ? അയാൾ പറഞ്ഞ്, രാജാവിനെ സന്ദർശിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. മഹാനായ ഇമാമുന ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു ഒരു വലിയ ആധ്യാത്മിക ചിന്തയിട്ട് കൊടുക്കുകയാ. സബാഹ് സ്ക്വയറിൽ തടിച്ചുകൂടിയ 10,000ങ്ങളുടെ ഹൃദയത്തിൽ ഈ ചിന്ത വരട്ടെ. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയാ, നിങ്ങൾ രാജാവിനെ കാണാൻ പോകാൻ കുളിച്ചൊരുങ്ങിയല്ലോ, വസ്ത്രം ധരിച്ചുവല്ലോ, സുഗന്ധദ്രവ്യം പൂശിയല്ലോ. എന്നാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഈ രാജാവിനേക്കാൾ വലിയ രാജാവായ, രാജാക്കന്മാരുടെ രാജാവായ, രാജാധിരാജനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവിനെ കാണാൻ നിങ്ങളെ വിളിക്കുന്നൊരു ദിവസമുണ്ട്. കുളിക്കാൻ അവസരം കിട്ടിയെന്ന് വരില്ല, സുഗന്ധദ്രവ്യം പൂശാൻ കയ്യനങ്ങുകയില്ല, വസ്ത്രങ്ങൾ ധരിക്കാൻ മറ്റൊരാളുടെ സഹായം വേണ്ട. രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നൊരു യാത്രയുണ്ടല്ലോ. അല്ലാഹുവിന്റെ മുമ്പിൽ ഹിസാബിന് വേണ്ടി നിനക്ക് അഭിമുഖമായി നിൽക്കേണ്ട ആ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുന്നതിന് വേണ്ടി ചിന്തിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി നീ തയ്യാറായിട്ടുണ്ടോ? അതിന്റെ തയ്യാറെടുപ്പ് എന്താണെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു. സഹോദര, ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കേണ്ടത്. എല്ലാം എന്റെ കയ്യിലുണ്ട്, പക്ഷേ രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ അഭിമുഖത്തിന് പോകുമ്പോ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ റബ്ബേ. അതുകൊണ്ട് എന്റെ ജീവിതത്തെ ഞാൻ നന്നാക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദ്. അല്ലാഹുവിന്റെ ഖുർആൻ ഹൃദയത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് ചോദിക്കുക, ഓ പെങ്ങളെ, മുഅ്മിനേ, മുഅ്മിനത്തെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണേ. പടച്ചവനെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് മാത്രമല്ല, നിന്റെ സ്വകാര്യ ഇടങ്ങള്, നിന്റെ കിടപ്പറകള്, നിന്റെ കുടുംബങ്ങള്, നിന്റെ വ്യവഹാരങ്ങള്, നിന്റെ വ്യവച്ഛേദങ്ങള്, നിന്റെ വ്യാപാരങ്ങള്, നിന്റെ അടക്കങ്ങള്, നിന്റെ അനക്കങ്ങള്, നിന്റെ കച്ചവടങ്ങള്, നിന്റെ സാമ്പത്തിക ബന്ധങ്ങള്, നിന്റെ സാമൂഹിക ബന്ധങ്ങള്, നിന്റെ പള്ളികള്, നിന്റെ വീടുകള് എന്ന് വേണ്ട, നീ പ്രതിനിധാനം ചെയ്യുന്ന സകലമാന മേഖലകളിലും അല്ലാഹുവിനെ അനുസരിച്ചു ജീവിക്കണേ എന്ന് മാത്രമല്ല, വൽതൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളത്തേക്കുള്ള ജീവിതത്തിൽ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് ചിന്തിക്കണേ. 2024 കാത്തിരിക്കുമ്പോ സഹോദര, പടച്ചവനെ കാണാൻ പോകുന്ന യാത്രയിൽ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? നിസ്കാരമുണ്ടോ? നോമ്പുകളുണ്ടോ? ഹജ്ജുകളുണ്ടോ? സക്കാത്തുകളുണ്ടോ? നന്മകളുടെ കാര്യത്തിൽ കഴിഞ്ഞ ഒരു വർഷം ഞാനത്ര പുറകിലാ. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന വർഷങ്ങളിലെങ്കിലും എനിക്ക് നല്ലത് ചെയ്യണമെന്നുള്ള ബോധമുണ്ടാവണം. അല്ലാഹു നമുക്ക് നല്ലത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. അല്ലാഹു നല്ലത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാളെ മുതൽ ചെയ്യാമെന്നല്ല, ഏത് കാര്യവും നാളത്തേക്ക് മാറ്റിവെക്കരുത്. എല്ലാവരും കരുതും 60 കഴിയട്ടെ, 70 കഴിയട്ടെ. ഒരൊറ്റ കാര്യം ഞങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ, ഒരു മനുഷ്യന് 60 വയസ്സാവുകയും 60 വയസ്സ് പൂർത്തിയായിട്ടും അവൻ അല്ലാഹുവിലേക്ക് അടുത്തില്ലെങ്കിൽ പിന്നീട് അവന്റെ ജീവിതത്തിൽ പടച്ചവനിലേക്ക്
അവൻ അടുക്കാൻ സാധ്യത കുറവാണെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു 60 വയസ്സുള്ളൊരു വൃദ്ധനെ കണ്ടപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, എത്ര വയസ്സായി? 60 വയസ്സായി. ആ മനുഷ്യന്റെ ഉദാസീനതയും മനസ്സതയും കണ്ടപ്പോ തത്വചിന്തകനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം വന്നു, മനുഷ്യ 60 വർഷമായിട്ട് നീ പടച്ചവന്റെ അടുക്കലേക്ക് നടക്കുകയല്ലേ, ഇതേവരെ നിനക്ക് അല്ലാഹുവിന് മുമ്പിൽ എത്താൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചതുപോലെ 40 വർഷമായി നടക്കുകയല്ലേ, 50 വർഷമായി നടക്കുകയല്ലേ, 60 വർഷമായി നടക്കുകയല്ലേ, ഇതേവരെ അല്ലാഹുവിലേക്ക് അടുക്കാറായില്ലേ? സഹോദര സഹോദരി, എല്ലാം തകർന്നു പോകുന്ന ലോകത്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയണ്ടേ? നാളത്തേക്ക് മാറ്റിവെക്കരുത്. ഇന്നത്തെ രാത്രിയിൽ ഇവിടെ വന്നിട്ട് ഉസ്താദേ ന്യൂ ഇയർ പ്രഭാഷണം നിർത്തരുത്. ഈ 10,000 കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നത് ഈ ഒരു കൂട്ടായ്മക്ക, ഈ ഒരു പ്രസംഗം ഞങ്ങളുടെ 1 വർഷത്തെ ഊർജമാന്ന് പറയുന്ന ഈ സദസ്സിലെ ഇസ്തിഗ്ഫാർ അടുത്ത 1 വർഷം ഞങ്ങളെ നേരെ നടത്തുമെന്ന് പറയുന്ന ഈ പാവപ്പെട്ട ഫക്കീറിനോട് സ്നേഹം കാണിച്ച സഹോദരാ, നാളത്തേക്ക് മാറ്റിവെക്കരുത്. കാരണം നാളെ എന്ന് പറഞ്ഞത് നമുക്ക് വരുമോ ഉറപ്പില്ല. എന്ന് മാത്രമല്ല, ലാ യഅതി സമാനുൻ ഇല്ലാ വല്ലദീ ബഅദഹു അശറ മിൻഹാ. ലാ യഅതി സമാനുൻ ഇല്ലാ വല്ലദീ ബഅദഹു അശറ മിൻഹു. നാളത്തേക്ക് നമ്മൾ മാറ്റിവെച്ചാൽ ഈ വരുന്ന ഇനി ഓരോ ദിവസവും വരുന്നത് ഇന്നത്തേക്കാൾ അശറായ ദിവസങ്ങളാ വരിക. നാളെ ചിലപ്പോ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞെന്നിരിക്കില്ല. കാരണം ഇന്നത്തെ ദിവസത്തേക്കാൾ മോശമാണ് നാളെ വരിക, നാളത്തെ ദിവസത്തേക്കാൾ മോശമാണ് മറ്റന്നാൾ വരിക. ഓരോ ദിവസവും ലാ യഅതി സമാനുൻ ഇല്ലാ വല്ലദീ ബഅദഹു അശറു മിൻഹു. ഓരോ ദിവസവും കഴിഞ്ഞ് അടുത്ത ദിവസം വരുന്നത് ഇതിനേക്കാൾ മോശമായ ദിവസമാ. അസുരന്മാരാടിത്തുമറുക്കുന്ന കാലമാ. ഇനി അടുത്ത വർഷത്തേക്ക് മാറ്റിവെച്ചാൽ നമുക്കൊരു രോഗം വന്നാൽ ചെയ്യാൻ പറ്റുമോ? ആരോഗ്യം നശിച്ചാൽ ചെയ്യാൻ പറ്റുമോ? സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഈ കൊറോണയ്ക്ക് മുമ്പ്, ഈ 2 വർഷം മുമ്പ് നമുക്ക് ഉംറയ്ക്ക് പോകാൻ എത്ര പൈസ വേണം? ചില്ലറ പൈസ പോലെ. അവസാനം അത് ലക്ഷങ്ങളിലോട്ട് കടന്നു. ഹജ്ജിന് പോകാൻ കഴിയാൻ സാധ്യതയുള്ളവർ, അർഹതയുള്ളവർ 60 കഴിയട്ടെ, 70 കഴിയട്ടെ. ഇപ്പോൾ ഇരട്ടി തുക 3 ഇരട്ടിയായപ്പോ പോകാൻ കഴിയാത്ത ആളുകൾ എത്രയാ? ആ വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളത്തും മിൻ റിയാദിൽ ജന്ന മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഒരു വിശ്വാസിയുടെ നെറ്റി കൊണ്ടുപോയി ഭൂമിയിൽ വെച്ചാൽ അവന്റെ നെറ്റിത്തടത്തിൽ നിന്ന് പാദം വരെ ആനന്ദത്തിന്റെ ആശ്രുബിന്ദുക്കൾ ഒടുകുന്ന ലോകത്തിന്റെ ഒരു സ്വർഗമില്ലേ? ഹബീബിന്റെ മദീനയുടെ റൗളയുടെ ചാരത്തൊന്ന് സുജൂദ് ചെയ്യാൻ, ആ റൗളയുടെ സ്വർഗത്തിന്റെ ഇടയിലൊന്ന് സുജൂദ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് പോകാൻ കഴിയില്ലേ? കൊറോണ വന്നു കഴിഞ്ഞപ്പോ പിന്നീട് തവക്കൽന എന്ന ആപ്പിലൂടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഒരു പ്രാവശ്യം ഒരു ഉംറക്ക് പോണവൻ ഒരു പ്രാവശ്യം ആ മിമ്പറിന്റെ ഇടയിൽ പോയി സുജൂദ് ചെയ്യാ. മിനിങ്ങാൻ ഓർഡർ വന്നു, ഇനി 1 വർഷത്തിൽ ഒരിക്കലല്ലാതെ ഹബീബിന്റെ റൗളയിൽ കയറാൻ കഴിയില്ല മനുഷ്യ. സഹോദരാ, ഇതുകൊണ്ടാണ് പറഞ്ഞത് ലാ യഅതി സമാനുൻ ഇല്ലാ വല്ലദീ ബഅദഹു അശറു മിൻഹു. ഓരോ ദിവസം കഴിയും തോറും കൂരിരുട്ട് വീടുന്ന ദിവസങ്ങളാ വരിക. നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ അന്ന് ഉംറക്ക് പോകാത്തവർക്ക് ഇനി കഴിയുമോ? ഹജ്ജിന് പോകാത്തവർക്ക് കഴിയുമോ? നാളത്തേക്ക് മാറ്റിവെക്കണ്ട. നാളുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഷ്കരമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിലേക്കുള്ള യാത്ര പോകുമ്പോ, പടച്ചവനെ കുറിച്ച് ഓർക്കുമ്പോ, ഈ ലോകത്തിന്റെ ഭരണാധികാരിയായിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ആമീൻ പറയ്.
ആമീൻ പറയും. മനുഷ്യന്മാരെ അതിന് ടൈം ഇല്ലാത്തോണ്ടാണ്, ആകെ ഈ 10 മിനിറ്റിന് വർത്താനം പറയാൻ സമയമില്ലാത്തോണ്ടാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. എന്തിനാണ് ഈ ജീവിതം? എന്തിനാണ് ഈ ജീവിതം? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങളിലെ നല്ലത് ചെയ്തതാരാണെന്നല്ല. ഈ ജീവിതം അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, ജനനവും മരണത്തെയും ഞാൻ തന്നത് നല്ലത് ചെയ്യുന്നതാരെന്നറിയാനല്ല, അഹ്സനു അമലാ, ഏറ്റവും നല്ലത് ചെയ്യുന്നതാരെന്നറിയാനാണ്. നല്ലവനാരെന്നറിയാനല്ല ജീവിതം. അഹ്സനു അമല, ഏറ്റവും നല്ലത് ചെയ്യുന്നവനാരാ, ഏറ്റവും നല്ലത് ചിന്തിക്കുന്നവനാരാ. അള്ളാഹു നമ്മളെ ഏറ്റവും നല്ലത് പറയാനും ഏറ്റവും നല്ലത് ചിന്തിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറയും. ഏറ്റവും നല്ലതാരാ? ഏറ്റവും നല്ലതാരാ? മഹാനായ ഹാറൂൻ റഷീദ്, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാജാവായപ്പോ ആ രാജാ